ഉള്ളത് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച പീക്കിരി പിള്ളേരാണ് എൻ്റെയും എൻ്റെ ഇക്കയുടെയും കസിൻസ് വന്നിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു കസിൻ വൈബ് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഉമ്മാമാരും വാപ്പാമാരും ആയിട്ടാണ് കേട്ടോ. ഞങ്ങളാണ് ഒരുമിച്ച് കളിച്ച് വളർന്ന് പഠിച്ചതൊക്കെ. അപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മറുവീടിന് പോവുകയാണ്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 9th പഠിച്ചപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ലാച്ചാന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ദുപ്പട്ട എടുത്ത് യാസൂന് ഞാൻ ഫ്രോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് ജസ്റ്റ് ഞാൻ കൈ 3/4 ആക്കി. ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ദുപ്പട്ടയ്ക്കുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പോത്തീസ് മൊത്തം ഇറങ്ങി കയറി നടന്നത്. അങ്ങനെ ദുപ്പട്ട എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ ഇക്ക അവിടെ കിടന്നുറങ്ങി. പിന്നെ ഇക്ക ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇക്ക ഇരുന്നത് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ തോടിലോട്ട് പോവുകയാണ്. തോടും വയലൊക്കെ ഉണ്ട് അവിടെ താഴെ. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളൊന്ന് കളറാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു പീക്കിരികളാണ് ഞങ്ങളുടെ കസിൻസ്. കൂട്ടത്തിൽ മൂത്തത് എൻ്റെ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വന്നിട്ട് എൻ്റെ ഉമ്മ, ഇതൊക്കെയല്ല ഈ രണ്ടുപേര് വന്നിട്ട് ഞങ്ങളുടെ ഉമ്മാമാരാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ ചെക്കനെ കിട്ടിയ സന്തോഷത്തിൽ ഉമ്മമാർ വളഞ്ഞിരുന്ന് അവനെ സ്നേഹിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പോയി ഫുഡ് കഴിച്ച്. ഇക്ക ഇതുവരെയും നോൺ വെജ് കഴിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനി എന്താണ് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അൽഹംദുലില്ലാ കല്യാണം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് കളറാക്കി.